മോഹൻലാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ കന്നി വോട്ട് കഴിഞ്ഞ തവണയാണ് രേഖപ്പെടുത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കന്നി വോട്ടാണ് ഇപ്പോഴത്തേത് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഒരുപക്ഷെ വോട്ട് അവകാശമാണ്, അത് രേഖപ്പെടുത്തേണ്ടതാണെങ്കിലും അദ്ദേഹം ഒരുപക്ഷെ ഇവിടെ തന്നെ ഉണ്ടാകണം എന്നില്ല. തിരക്ക് പിടിച്ച മലയാള സിനിമയിൽ ഏറ്റവും തിരക്ക് പിടിച്ച നടന്മാരിൽ ഒരാളാണല്ലോ. അപ്പോൾ അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നത് വലിയൊരു സന്ദേശമാണ്. വോട്ട് രേഖപ്പെടുത്താതെ മാറി നിൽക്കേണ്ടതല്ല, വന്ന് വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. അവിടെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അദ്ദേഹം അല്പസമയത്തിനകം വോട്ട് രേഖപ്പെടുത്താനായി അദ്ദേഹം അകത്തേക്ക് പ്രവേശിച്ചു. ശാലിനി ഒപ്പം ചേരുന്നു. ശാലിനി, അവിടെ മുടവൻമുകൾ LPS മോഹൻലാൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നു. അവിടെ നീണ്ട നിരയാണോ ഉള്ളത്? വലിയൊരു നിരയുണ്ട്. കാരണം സ്കൂള് മുടവൻമുകളിലെ ഗവൺമെന്റ് LP സ്കൂളിലാണ് മോഹൻലാൽ വോട്ട് രേഖപ്പെടുത്തുന്നത്. അദ്ദേഹം പ്രിസൈഡിംഗ് ഓഫീസറുടെ അടുത്തെത്തി അദ്ദേഹത്തിന്റെ രേഖകൾ പരിശോധിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വോട്ട് രേഖപ്പെടുത്താനായി അദ്ദേഹം ഇപ്പോൾ EVM മെഷീന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ പറയുകയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 മലയാളത്തിന്റെ പ്രിയ നടൻ പത്മശ്രീ ലഫ്റ്റനന്റ് മോഹൻലാൽ കന്നി വോട്ട് രേഖപ്പെടുത്തിയത്. ഇത് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വോട്ടാണ്. നിയമസഭയിലേക്കുള്ള കന്നി വോട്ട് മോഹൻലാൽ അങ്ങനെ രേഖപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മുടവൻമുകൾ സ്കൂളിൽ നിന്ന് അദ്ദേഹത്തിന്റെ പഠനം പൂർത്തിയാക്കി പോയെങ്കിലും അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താനായി ഇത് രണ്ടാം തവണയും തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. കൊച്ചിയിലേക്കൊക്കെ അദ്ദേഹം താമസം മാറിയിട്ടുണ്ട് എങ്കിൽ പോലും അദ്ദേഹം വോട്ട് ഇവിടെ നിന്ന് ഇതുവരെ മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അങ്ങനെ മോഹൻലാൽ മലയാളത്തിന്റെ പ്രിയ നടൻ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സമ്മതിദാന അവകാശം അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു. അദ്ദേഹം പുറത്തേക്ക് വരുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്തായാലും വലിയ തിരക്കുണ്ട്, മാധ്യമപ്രവർത്തകരുടെ ഒരു വലിയ നിരയുണ്ട്. ഒപ്പം തന്നെ ഇവിടെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയവരുണ്ട്. കൂടാതെ തന്നെ മോഹൻലാൽ ഇവിടെ എത്തിയത് അറിഞ്ഞ് ഇവിടെ അദ്ദേഹത്തിനെ കാണാനായി ആളുകളുണ്ട്. അതിന് സുരക്ഷ ഒരുക്കാനായി എത്തിയ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അങ്ങനെ വലിയൊരു തിരക്ക് പിടിച്ച ഒരു ബൂത്തായി സാഹചര്യങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ലഭിക്കാൻ കാത്തിരിക്കുകയാണ് തിരുവനന്തപുരത്തെ വോട്ടർമാർ, ഒപ്പം തന്നെ മാധ്യമ പ്രവർത്തകർ എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. എന്തായാലും അദ്ദേഹം സ്കൂളിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ്. എന്തായാലും വലിയ ഇവിടെ അനുഭവപ്പെടുന്നുണ്ട് മാധ്യമപ്രവർത്തകർ. സർക്കാർ LP സ്കൂളിൽ അദ്ദേഹം കന്നി വോട്ട് നിയമസഭയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സമ്മതിദാന അവകാശം നിയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം മാതൃകയാവുകയാണ്. ഒരുപാട് യുവാക്കൾക്ക് അദ്ദേഹത്തിനെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ മുൻപിൽ അദ്ദേഹം മാതൃക ആയി കാണിക്കുകയാണ്. സമ്മതിദാന അവകാശം വിനിയോഗിക്കണം, അത് രേഖപ്പെടുത്തണം എന്നുള്ളത് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിലൂടെ കാണിച്ചിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്നാലും വലിയ തിരക്ക് ഇവിടെ മാറിക്കൂടെ, നീ അങ്ങോട്ട് മാറിക്കൂടെ. ഡോക്ടർമാരോട് പ്രതികരിച്ചില്ല മോഹൻലാൽ. അതായത് ഒരുപക്ഷെ ജനാധിപത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശങ്ങളിൽ ഒന്നായ വോട്ട് രേഖപ്പെടുത്തൽ അത് പൂർത്തിയാക്കി മോഹൻലാൽ മടങ്ങുന്നു. നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ കന്നി വോട്ടാണ്. ലോക്സഭയിൽ കഴിഞ്ഞ തവണയാണ് ആദ്യമായി അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. ശാലിനിയാണ് വിവരങ്ങളുമായി ഒപ്പം ചേർന്നത്.